പാർപ്പിടത്തിന്റെ മേഖലയിലാകട്ടെ, വസ്ത്രത്തിന്റെ മേഖലയിലാകട്ടെ, മിതത്വം ശീലമാക്കണം. അമിതത്വം ഒരിക്കലും നമുക്ക് പാടുള്ളതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ആറാഫിൽ പറഞ്ഞല്ലോ, യാ ബനി ആദം ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദ് വകുലു വശ്റബു വലാ തുസ്രിഫു ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. അല്ലയോ ആദമിന്റെ മക്കളെ, നിങ്ങൾ അല്ലാഹുവിന്റെ ഭവനത്തിന്റെ അടുത്ത് അലങ്കാരം സ്വീകരിക്കുക. നിങ്ങൾ ഭക്ഷിക്കുവീൻ, നിങ്ങൾ കുടിക്കുവീൻ. വലാ തുസ്രിഫു, എന്നാൽ നിങ്ങൾ അമിതത്വം പാലിക്കുവാൻ പാടുള്ളതല്ല. കാരണം ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല അമിതത്വം കാണിക്കുന്ന ആളുകളെ തീർച്ചയായും ഇഷ്ടപ്പെടുന്നതല്ല. ആദമിന്റെ മക്കളെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറയുന്നത്, നിങ്ങൾ അലങ്കാരം സ്വീകരിക്കണം. അല്ലാഹുവിന്റെ ഭവനത്തിന്റെ അടുത്ത് ആരാധനയിലായിരിക്കെ നിങ്ങൾ അലങ്കാരം സ്വീകരിക്കണം. നിങ്ങൾ നഗ്നരായി മാറാൻ പാടില്ല. ജാഹിരി കാലഘട്ടത്തിൽ സ്വഭാവം ഉണ്ടായിരുന്നു, അവർ കഅബയെ തവാഫ് ചെയ്യുമ്പോൾ സമ്പൂർണമായും നഗ്നരായിട്ടായിരുന്നു തവാഫ് ചെയ്തിരുന്നത്. അതിന് ചില കാരണങ്ങൾ ചില ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. അവരുടെ ഒരു ശുദ്ധഗതിയായിരുന്നു അത്. കാരണം പകൽ വേളകളിൽ അല്ലെങ്കിൽ രാത്രി വേളകളിൽ അവർ പച്ചയായ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവർ ധരിച്ചിട്ടുള്ള വസ്ത്രം, അത് പലപ്പോഴും അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ വസ്ത്രത്തിലായിരിക്കും അവർ ഹറാമായിട്ടുള്ള തെറ്റായ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ അതിനെല്ലാം മാറ്റിവെച്ചുകൊണ്ട് സമ്പൂർണമായും അവരുടെ വീക്ഷണത്തിൽ ഒരു സംശുദ്ധിയോടുകൂടി ആരാധന നിർവഹിക്കുക എന്നതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അവർ അപ്രകാരം ചെയ്തിരുന്നത് എന്ന് അല്ലാഹു പറയുന്നു. നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹം നിങ്ങളുടെ വസ്ത്രത്തിന്റെ കാര്യത്തിൽ പ്രകടമാകണം. നിങ്ങൾ കഅബയെ തവാഫ് ചെയ്യുമ്പോൾ, നിങ്ങൾ ആരാധനകളിൽ ഏർപ്പെടുമ്പോൾ നഗ്നരായി മാറുവാൻ പാടില്ല. നിങ്ങൾ അലങ്കാര വസ്ത്രങ്ങൾ നിങ്ങൾ സ്വീകരിക്കണം. തുടർന്ന് അല്ലാഹു പറഞ്ഞു, വകുലൂ വശ്റബു, നിങ്ങൾക്ക് തിന്നാം, നിങ്ങൾക്ക് കുടിക്കാം. അല്ല, നിങ്ങൾ തിന്നണം, നിങ്ങൾ കുടിക്കണം. വലാ തുസ്രിഫു, നിങ്ങൾ അമിതത്വം കാണിക്കുവാൻ പാടുള്ളതല്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അമിതത്വം കാണിക്കുന്ന ആളുകളെ ഇഷ്ടപ്പെടുന്നതല്ല. മഹാന്മാരായ പണ്ഡിതന്മാർ ഈ വിശുദ്ധമായ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞത് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ശാസ്ത്രവുമായി ബന്ധപ്പെട്ട, വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട, ആരോഗ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും ഈ അര ആയത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു എന്ന്. കുലൂ വശ്റബു വലാ തുസ്രിഫു, നിങ്ങൾ തിന്നുവീൻ, നിങ്ങൾ കുടിക്കുവീൻ, നിങ്ങൾ അമിതത്വം കാണിക്കുവാൻ പാടില്ല എന്ന ഈ ഒരു അര ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആരോഗ്യശാസ്ത്രം മുഴുവൻ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു എന്ന്. ഇന്ന് ലോകത്തുള്ള വ്യത്യസ്തമായിട്ടുള്ള രോഗങ്ങൾ എടുത്തുകൊണ്ട് പരിശോധിച്ച് നോക്കിയാൽ, ആരോഗ്യ പ്രശ്നങ്ങൾ പഠന വിധേയമാക്കിയാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുള്ള ഈ അധ്യാപനം ശ്രദ്ധിക്കാത്തതിന്റെ പേരിലാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. അമിതാഹാരം, അഹിതാഹാരം, ആഹാരം ലഭിക്കായിക, ഈ മൂന്ന് കാരണത്താലാണ് ഇന്ന് ലോകത്ത് പ്രശ്നങ്ങൾ ഉള്ളത്. ഒന്നുകിൽ ഭക്ഷണം ആവശ്യത്തിന് ലഭിക്കുന്നില്ല, പോഷകാംശങ്ങൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണം ലഭ്യമാകുന്നില്ല, അതല്ലെങ്കിലോ തന്റെ ശരീരത്തിന് പറ്റാത്ത അഹിതകരമായ ആഹാരം ആർത്തിയോടെ കഴിച്ചുകൊണ്ടിരിക്കുന്നു, അതല്ലെങ്കിലോ ആവശ്യത്തിനും അനാവശ്യത്തിനും ഭക്ഷണം വളരെ ദൂർത്തടിച്ചുകൊണ്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഈ മൂന്ന് കാരണങ്ങളാലാണ് ഇന്ന് ലോകത്ത് ഒട്ടധികം ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അല്ലാഹു പഠിപ്പിച്ചിട്ടുള്ള ഈ അധ്യാപനം ശരിയാം വിധം ഉൾക്കൊള്ളാത്തത് കൊണ്ടാണ് 787 കോടി മില്യൺ ആളുകൾ പട്ടിണി കിടന്നുകൊണ്ട് പ്രയാസപ്പെടുമ്പോഴും 1.5 ബില്യൺ ടൺ ഭക്ഷ്യവസ്തുക്കൾ, മൊത്തം ഉപയോഗിക്കപ്പെടുന്ന ഭക്ഷ്യവസ്തുക്കളെ 19%
ആർക്കും ഉപകാരപ്പെടാത്ത രൂപത്തിൽ പാഴാക്കി കളയുന്നത്. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് 282 കോടി മില്യൺ ആളുകൾ പോഷകാംശം അടങ്ങിയിട്ടുള്ള ഭക്ഷണം ലഭിക്കാതെ, ആഹാരം ലഭിക്കാതെ ലോകത്തിന് അടിമകളായി തീരുമ്പോൾ 78.7% മില്യൺ 78.8% മില്യൺ ഭക്ഷ്യവസ്തുക്കൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു, പാഴാക്കിക്കൊണ്ടിരിക്കുന്നു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് ഈ കാര്യത്തെ സംബന്ധിച്ച് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, ഉത്ബോധിപ്പിച്ച് തന്നിട്ടുണ്ട്. പക്ഷേ ആ കാര്യം ശരിയാം വിധം ശ്രദ്ധിക്കാത്തതിന്റെ പേരിൽ ഇസ്ലാമിക സമൂഹത്തിൽ പോലും ഒട്ടധികം പ്രശ്നങ്ങൾ ഈ മേഖലയിൽ നിന്ന് കാണപ്പെടാം. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ മിതത്വം പാലിക്കാൻ പഠിപ്പിച്ച മതം, പാർപ്പിടത്തിന്റെ കാര്യത്തിൽ മിതത്വം പാലിക്കാൻ പഠിപ്പിച്ച മതം, വസ്ത്രത്തിന്റെ കാര്യത്തിൽ മിതത്വം പാലിക്കാൻ വേണ്ടി പഠിപ്പിച്ചിട്ടുള്ള മതം. ആ മതത്തിന്റെ അനുയായികളാണ് ഈ 3 മേഖലയിലും ഇന്ന് മറ്റുള്ള സമൂഹത്തെ പ്രയാസപ്പെടുത്തുന്ന രൂപത്തിൽ അമിതത്വം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വസ്ത്രം ധരിക്കാൻ വേണ്ടി പഠിപ്പിച്ചിട്ടുള്ള മതം, ആരാധനാലയങ്ങളിൽ വസ്ത്രം സ്വീകരിക്കണമെന്ന് പഠിപ്പിച്ചിട്ടുള്ള മതം, അള്ളാഹുവിനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അലങ്കാര വസ്ത്രങ്ങൾ സ്വീകരിക്കണമെന്ന് പഠിപ്പിച്ചിട്ടുള്ള മതത്തിന്റെ അനുയായികൾ പൂർണ്ണമായും അർദ്ധമായും നഗ്നമായ വേഷം ധരിച്ചുകൊണ്ടാണ് പലപ്പോഴും ആരാധനാലയങ്ങളിൽ വരെ വന്നുകൊണ്ടിരിക്കുന്നത്. ആണായിരുന്നാലും പെണ്ണായിരുന്നാലും നഗ്നത മറയ്ക്കണം എന്ന് പഠിപ്പിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്ത് അവതരിപ്പിക്കുന്നു. അതിന് വിരുദ്ധമായി പൂർണ്ണമായും നഗ്നത മറയ്ക്കാതെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും, വസ്ത്രത്തിന്റെ പല ഭാഗങ്ങളിലും കീറലുകളുള്ള വസ്ത്രവുമായി, പാന്റുമായി, ഷർട്ടുമായി വന്നുകൊണ്ട് ആളുകൾ പള്ളിയിൽ പ്രവേശിക്കുന്നു, ആരാധനകളിൽ പ്രവേശിക്കുന്നു. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. കുലു വശ്റബു വലാ തുസ്രിഫു. നിങ്ങൾക്ക് തിന്നാം, നിങ്ങൾക്ക് കുടിക്കാം, നിങ്ങൾ അമിതത്വം പാലിക്കുവാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കാണാൻ നമുക്ക് സാധിക്കും. നിങ്ങൾ തിന്നുവീൻ, നിങ്ങൾ കുടിക്കുവീൻ, നിങ്ങൾ ധരിക്കുവീൻ, നിങ്ങൾ ദാനം ചെയ്യുവീൻ. ഫീ ഗൈരി ഇസ്റാഫിൻ വലാ മഖീര. അതൊക്കെ ചെയ്യുമ്പോഴും എന്ത് പാടില്ല? അവിടെ ഇസ്രാഫ് പാടില്ല, അമിതത്വം പാടില്ല, ധൂർത്തും പാടില്ല, പൊങ്ങച്ചുവും പാടില്ല. വളരെ കൃത്യമായി ഈ അധ്യാപനം ഉൾക്കൊള്ളേണ്ട വിശ്വാസികൾ നമ്മുടെ ഓരോരുത്തരുടെയും വീടുകളിൽ ആഘോഷങ്ങൾ വരുമ്പോൾ എത്രയെത്ര ഭക്ഷ്യവസ്തുക്കളാണ് പാഴാക്കി കളയുന്നത്. അനാവശ്യമായി എത്ര ലക്ഷം രൂപയുടെ വസ്ത്രങ്ങളാണ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. മണവാട്ടിക്ക് ഒരു രാത്രിയിൽ അണിയുന്നതിന് വേണ്ടി മാത്രം 10,000ങ്ങളുടെയും ലക്ഷങ്ങളുടെയും വസ്ത്രങ്ങൾ ഒരൊറ്റ ദിവസത്തിന് വേണ്ടി മാത്രം മുസ്ലിം സമൂഹം വാങ്ങിക്കൊണ്ടിരിക്കുന്നു. വീടിന്റെ കാര്യത്തിലാണെങ്കിലോ തന്റെ താല്പര്യത്തിനും തന്റെ ഹിതത്തിനും തന്റെ കഴിവിനും, ഇസ്ലാമികമായ ഹിതത്തിനും തന്റെ കഴിവിനും അനുസരിച്ചല്ലാതെ മറ്റുള്ള ആളുകളുടെ വീടുകൾ നോക്കി അതേ പ്രകാരത്തിലുള്ള വീട് എനിക്കും പണിയണം എന്നാഗ്രഹിച്ചുകൊണ്ട് പാർപ്പിടത്തിന്റെ കാര്യത്തിൽ ദൂർത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഇന്നൽ മുബദ്ദിരീന കാനു ഇഖ്വാന ശയാത്തീൻ വകാന ശൈത്താനു ലിറബ്ബിഹി കഫൂറാ. തീർച്ചയായും സമ്പത്ത് ദൂർത്തടിക്കുന്ന ആളുകൾ അവർ ചെകുത്താന്റെ കൂട്ടുകാരാകുന്നു. ചെകുത്താനാകട്ടെ തന്റെ രക്ഷിതാവിനോട് നന്ദി കെട്ടവനുമാകുന്നു. സമ്പത്ത് ദൂർത്തടിക്കുവാൻ പാടില്ല. ആവശ്യത്തിന് ഉപയോഗിക്കണം, അത്യാവശ്യത്തിന് ഉപയോഗിക്കണം, അനാവശ്യത്തിന് ഉപയോഗിക്കാൻ പാടില്ല. അനാവശ്യമായ കാര്യങ്ങളിൽ ഇസ്ലാം നിഷിദ്ധമാക്കിയിട്ടുള്ള മേഖലകളിൽ സമ്പത്ത് വിനിമയം ചെയ്യുന്നതിനാണ് തബ്ദീർ എന്ന് പറയുന്നത്. അനുവദിച്ചിട്ടുള്ള കാര്യങ്ങളിൽ അമിതത്വം കാണിക്കുന്നതിനാണ് ഇസ്രാഫ് എന്ന് പറയുന്നത്. ഉദാഹരണമായി പറഞ്ഞാൽ, തിന്നാൻ ഇസ്ലാം അനുവദിക്കുന്നു, കുടിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നു, ധരിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നു. അതിൽ അമിതത്വം കാണിക്കുന്നതിനാണ്, പരിധിയിലപ്പുറം പ്രകടിപ്പിക്കുന്നതിനാണ് ഇസ്രാഫ് എന്ന് പറയുന്നത്. എന്നാൽ തബ്ദീർ എന്ന് പറഞ്ഞാൽ
അള്ളാഹുവോ അവന്റെ പ്രവാചകനോ നിഷിദ്ധമായി പ്രഖ്യാപിച്ചിട്ടുള്ള പഠിപ്പിച്ചിട്ടുള്ള കാര്യത്തിൽ സമ്പത്ത് വിനിമയം ചെയ്യുക. മദ്യം ഉപയോഗിക്കുവാൻ പാടില്ല, അവിടെ സമ്പത്ത് ദൂർത്തടിക്കുക. ചൂതാട്ടം നടത്തുവാൻ പാടില്ല, അവിടെ സമ്പത്ത് ചെലവഴിക്കുക. അന്യനായ ആണിന്റെ മുൻപിൽ പെണ്ണ് തന്റെ അലങ്കാരം പ്രകടിപ്പിക്കുവാൻ പാടില്ല. യാതൊരു സംശയവുമില്ലാത്ത സംഗതിയാണത്. ഇസ്ലാമിക പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത സംഗതിയാണിത്. മദ്ഹബിന്റെ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത നൂറുകണക്കിന് സംഘടനകൾ ഉണ്ടെങ്കിൽ ആ സംഘടനകളിൽ ഒന്നിലും അഭിപ്രായ വ്യത്യാസമില്ലാത്ത സംഗതിയാണ് ഒരു സ്ത്രീ അന്യന്റെ മുമ്പിൽ തന്റെ അലങ്കാരം പ്രകടിപ്പിക്കുവാൻ, തന്റെ ഭംഗി പ്രകടിപ്പിക്കുവാൻ, തന്റെ സൗന്ദര്യം പ്രകടിപ്പിക്കാൻ പാടില്ല എന്നുള്ളത്. എന്നാൽ ഇന്ന് നമ്മുടെ കല്യാണങ്ങൾ എടുത്തുകൊണ്ട് പരിശോധിച്ച് നോക്കിയാൽ ഏത് വീട്ടിലാണ് സ്റ്റേജ് ഇല്ലാത്തത്? എന്തിനാണ് ഈ സ്റ്റേജ്? ഈ സ്റ്റേജ് എന്തിനാണ്? സാന്ദർഭികമായി ഖുത്ബ പറയുന്ന ഖതീബിന് ജനങ്ങളെ ഉത്ബോധിപ്പിക്കാൻ വേണ്ടിയാണോ? ആണെന്ന് പറയാൻ കഴിയില്ല. കാരണം അത്തരത്തിലുള്ള വേദികൾ എടുത്തുകൊണ്ട് പരിശോധിച്ച് നോക്കിയാൽ, കല്യാണ സദസ്സുകൾ എടുത്തുകൊണ്ട് പരിശോധിച്ച് നോക്കിയാൽ, ഒരു ഉത്ബോധനം നടക്കുന്നുണ്ടെങ്കിൽ ആ ഉത്ബോധനം എല്ലാവർക്കും കേൾക്കാൻ സാധ്യമാകുമാറുള്ള ഉച്ചഭാഷിണി പോലും ഉണ്ടാകാറില്ല. പിന്നെ എന്തിനാണിത്? ഇത് ഫോട്ടോവിന് പോസ്റ്റ് ചെയ്യാനാണ്, വീഡിയോക്ക് പോസ്റ്റ് ചെയ്യാനാണ്. ആർക്കു വേണ്ടി? ആരുടെ മുമ്പിൽ? കർശനമായി ഇസ്ലാം നിരോധിച്ചിട്ടുള്ള സംഗതിയാണത്. ആണും പെണ്ണും കൂടിക്കലരുന്നതിന് വേണ്ടിയുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ളതും പെണ്ണിന്റെ അലങ്കാരം പ്രകടിപ്പിച്ചുകൊണ്ട് വീഡിയോക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുത്തുക എന്നതും അത് നാടുനീളെ ലോകം മുഴുവൻ പ്രചരിപ്പിക്കുക എന്നുള്ളതും ഇസ്ലാം പഠിപ്പിക്കുന്ന അധ്യാപനങ്ങൾക്ക് വിരുദ്ധമാണ്. അത്തരത്തിലുള്ള ആളുകൾ അള്ളാഹുവിനെ എല്ലാ പ്രസാദിപ്പിക്കുന്നതും അള്ളാഹുവിനെ എല്ലാ സന്തോഷിപ്പിക്കുന്നത് മറിച്ച് ചെകുത്താനെയാണ്, പിശാചിനെയാണ്. അവർ പിശാചിന്റെ കൂട്ടാളികളാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് നാം ബോധവാന്മാരാകണം. നമ്മുടെ ഓരോരുത്തരുടെയും വീടുകളിൽ നടക്കുന്ന സന്തോഷത്തിന്റെ സന്ദർഭങ്ങളിലെങ്കിലും ഇത്തരത്തിലുള്ള അമിതമായിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കിയെടുക്കുന്നതിന് വേണ്ടി ബോധപൂർവ്വം ശ്രമിക്കണം. പലപ്പോഴും രക്ഷിതാവ് പറയുന്നു, ഞാൻ നിസ്സഹായനാണ്, മകനാണ് തീരുമാനിക്കുന്നത്, മകളാണ് തീരുമാനിക്കുന്നത്. പൂർണ്ണമായും അത് ശരിയല്ല. മറിച്ച് രക്ഷിതാവിന്റെ അംഗീകാരത്തോടു കൂടി മാത്രമേ ഇത്തരം കാര്യങ്ങൾ വീടുകളിൽ നടക്കുകയുള്ളൂ. അവിടെ രക്ഷിതാവ്, പുരുഷൻ അവന്റെ പൗരുഷം പ്രകടിപ്പിക്കേണ്ട, അവന്റെ പിതൃത്വം പ്രകടിപ്പിക്കേണ്ട, അവന്റെ രക്ഷാകർത്തൃത്വം പ്രകടിപ്പിക്കേണ്ട മേഖലയാണ് ഇത്തരത്തിലുള്ള സന്ദർഭങ്ങൾ എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കണം. അതുകൊണ്ട് ആദർശ സമൂഹത്തിലെങ്കിലും ഇത്തരത്തിലുള്ള അമിതത്വം ഒഴിവാക്കിയെടുക്കുന്നതിന് വേണ്ടി ദീനീ ബോധമുള്ള ആളുകളുടെ വീടുകളിലെങ്കിലും ഇത്തരത്തിലുള്ള സന്തോഷങ്ങൾ വരുന്ന ഘട്ടത്തിൽ അനാവശ്യമായ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മുഴുവൻ ഒഴിവാക്കുന്നതിന് വേണ്ടിയും ബോധപൂർവമായ ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഫയാ അയ്യുഹൽ ഇഖ്വ വൽ അഖ്വാത് ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സർവശക്തനായ അല്ലാഹുവിന്റെ സാമീപ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി, സംതൃപ്തി നേടിയെടുക്കുന്നതിന് വേണ്ടി പരിശുദ്ധ ദീനുൽ ഇസ്ലാം ബലികർമ്മം നിശ്ചയിച്ചിട്ടുണ്ട്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ത്യാഗപൂർണമായ സമർപ്പണ ജീവിതം അനുസ്മരിച്ചുകൊണ്ട് മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അനുസരണവും വിനയവും പിൽക്കാലത്തെ സമൂഹത്തിന് മനസ്സിലാക്കുവാൻ കഴിയുമാറ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ വിശദീകരിച്ചുകൊണ്ടാണ് ബലികർമ്മത്തെ സംബന്ധിച്ചും സൂചിപ്പിച്ചിട്ടുള്ളത്. വലികുല്ലി ഉമ്മത്തിൻ ജഅൽനാ മൻസകൻ ലിയദ്കുറു ഇസ്മല്ലാഹി അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം ഫഇലാഹുക്കും ഇലാഹുൻ വാഹിദ്
ഫലഹു അസ്ലിമു വബശ്ശിരിൽ മുഖ്ബിതീൻ. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ സമൂഹത്തിനും ആരാധനാ കർമ്മങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്, അനുഷ്ഠാന കർമ്മങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയിട്ടുള്ള നാൽക്കാലികളുടെ വിഷയത്തിൽ അല്ലാഹുവിനെ അനുസ്മരിക്കുന്നതിന് വേണ്ടി. ആകയാൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ആരാധ്യൻ ഏകനായ ആരാധ്യൻ അത്രേ. അവന് നിങ്ങൾ ജീവിതത്തെ സമ്പൂർണമായും സമർപ്പിക്കുക. അടങ്ങി ഒതുങ്ങി വിനയാന്വിതമായി ജീവിക്കുന്ന ആളുകൾക്കും പ്രവാചകരെ സുവിശേഷം അറിയിക്കുക, സന്തോഷ വാർത്ത അറിയിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹജ്ജിൽ നമ്മെ പഠിപ്പിക്കുന്നു. അള്ളാഹുവിൻ്റെ ഇഷ്ടം സ്വായത്തമാക്കാൻ ഞാൻ വിനയാന്വിതനാണ് അള്ളാഹുവിൻ്റെ മുമ്പിൽ എന്നുള്ള പ്രഖ്യാപനമായി ബലികർമ്മം നടത്തുവാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ആവശ്യപ്പെടുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്ന റിപ്പോർട്ട് കാണാൻ നമുക്ക് സാധിക്കും. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മൻ കാന ലഹു സഅത്തുൻ ഫലം യുളഹി ഫലാ യഖ്റുബന്ന മുസല്ലാന, ഒരു വ്യക്തിക്ക് ധനവിശാലതയുണ്ടായിട്ട് അവൻ ബലികർമ്മത്തിന് സന്നദ്ധനാകുന്നില്ലെങ്കിൽ അവൻ നമ്മുടെ നമസ്കാര സ്ഥലത്തേക്ക് അടുത്തു പോകേണ്ടതില്ല. ധനവിശാലതയുണ്ടായിട്ട് സൗകര്യമുണ്ടായിട്ട് ബോധപൂർവം ഒരു വ്യക്തി ഈ ആരാധനാ കർമ്മത്തിന് മുന്നോട്ട് വരുന്നില്ലെങ്കിൽ അത് വളരെ ഗൗരവമുള്ള സംഗതിയാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ന്യൂനതകളിൽ നിന്ന് മുക്തമായിട്ടുള്ള ഒരുക്കളെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി നാം ശ്രദ്ധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ന്യൂനതയുള്ള മൃഗങ്ങൾ ഏതെല്ലാമാണെന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആരോഗ്യമില്ലാത്ത രോഗത്തിന് വ്യക്തമായ രോഗത്തിന് ഉടമയായിട്ടുള്ള, കണ്ണിന് ശക്തമായ രോഗമുള്ള, മേധസ് നഷ്ടപ്പെട്ട, ഓജസ് നഷ്ടപ്പെട്ട മൃഗങ്ങളെ ഒന്നും തന്നെ ബലിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ പാടില്ല. ആരോഗ്യമുള്ള, ഓജസ്സും തേജസ്സുമുള്ള മൃഗങ്ങളെയാണ് അതിനുവേണ്ടി തിരഞ്ഞെടുക്കേണ്ടത്. ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ആടാണെങ്കിൽ ഒരാൾ മാത്രമേ പറ്റുകയുള്ളൂ. പശു പോലത്തതാണെങ്കിൽ 5 ആളുകൾ 7 ആളുകൾ വരെ ആവാം എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ സാധ്യതകൾക്കനുസരിച്ചുകൊണ്ട് ഈ ആരാധനാ കർമ്മത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി നാം ഓരോരുത്തരും ശ്രദ്ധിക്കുക. നമ്മുടെ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടാൽ വിശദമായ വിവരങ്ങൾ അറിയാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സംതൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് ആരാധനകൾ നിർവഹിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികൾ, സജ്ജനങ്ങൾ, സച്ചരിതകൾ ഉൾപ്പെടുത്തി നമ്മെ എല്ലാവരെയും രക്ഷപ്പെടുത്തുമാറാകട്ടെ. വീഴ്ചകൾ അവൻ പുറത്തും മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹ കാന ഖറാമ ഇന്നക സഅത മുസ്തഖറൻ മുഖാമൻ അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ